നമസ്കാരം. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും ലൈവ് നടക്കുകയാണ്. ലൈവിൻ്റെ അകത്തെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദില നൂറമാരുടെ മേക്കപ്പാണ്. അതുമാത്രമല്ല, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വേറൊരാളും കൂടി ഉണ്ട്, അനുമോള് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല തോന്നിയിട്ട് ഇപ്പോൾ അനുമോള് പുറത്തു പോയി. അതായത് അവർക്ക് ഇപ്പോഴും സംശയം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയന്നിട്ടാണ്. അതായത് ഇവരെ ഭയന്നിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സമൂഹത്തെ ഭയന്നിട്ടാണ് ചില ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ ഭയം കുടുങ്ങിയിട്ടുണ്ട്. അതായത് ആദിലേക്ക് ചെറിയൊരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ട്. അത് അനുമോളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ഈ രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പ്, അനുമോളുടെയും ആദിലയുടെയും ഫ്രണ്ട്ഷിപ്പ് കണ്ടുകൂടാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നൂറ തന്നെയാണ്. നൂറക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പലതരത്തിലുള്ള അവരുടെ നോട്ടങ്ങളും അവരുടെ ചേഷ്ടകളും നോക്കിയാൽ മതി. 2 ദിവസം മുമ്പ് മാരത്തോൺ ടാസ്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മീശ വെച്ച് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ മീശ വെച്ച് കൊടുക്കുമ്പോഴേ ഞാൻ വെച്ച് കൊടുക്കാം, എന്തിനാണ് ഇവളെ വിളിച്ചത് എന്നുള്ള ഒരു അർത്ഥത്തിൽ നൂറ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരുടെ ബന്ധത്തിൽ ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവര് തമ്മിൽ ഇപ്പോഴും സ്വര ചർച്ചയിലല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബിഗ് ബോസിൽ ഒരാൾ ഔട്ടായാലേ മറ്റേയാൾ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്താ വെച്ചാൽ ആദില ഒരു വില്ലത്തി തന്നെയാണ്, ഒരു സംശയവും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദിലക്ക് ഒരാളോട് പോലും കമ്മിറ്റ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരാളോട് പോലും സ്നേഹമില്ല. ഓരോ ദിവസവും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുട്ട് ബുദ്ധി മാത്രമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ കൂടെ കൂടിയിട്ട്, അതായത് അവർ കാണിക്കുന്ന സൗഹൃദങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നൂറയ്ക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്താ, അവർ പാർട്ട്ണറാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാർട്ട്ണർമാർ എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികളാണെങ്കിലും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലെസ്ബിനാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതില് ആദില പോയിട്ട് അനുമോളുമായിട്ട് കമ്പനി കൂടുന്നതിൽ വളരെയധികം വിയോജിപ്പുണ്ട് എന്നാണ് ഈ ഒരു ലൈവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് കമന്റ് ഇടാം. അതായത് എൻ്റെ അഭിപ്രായത്തിന് ബിഗ് ബോസിൽ ഒരു വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഇവരെ എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് പോലും ഇതുവരെ ബിഗ് ബോസിന്റെ ആരും പറയുന്നില്ല. എന്താണ് ഇവരിൽ നിന്നും കിട്ടേണ്ട മെസ്സേജ്, എന്ത് മെസ്സേജാണ് ഇവർക്ക് പൊതുജനങ്ങൾ കൊടുക്കുന്നത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് 2 മത്സരാർത്ഥികളായിട്ട് കൊണ്ടുവരാം. ആദ്യം കുറെ നാൾ ഇവർ 2 പേരെയും ഒരു മത്സരാർത്ഥിയായിട്ട് കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പരാജയം തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. 2 മത്സരാർത്ഥിയായിട്ട് കൊണ്ടുവരാം. പക്ഷേ ഇവർ ആദ്യ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് രംഗങ്ങൾ, അതായത് ഉള്ള കാര്യം പറയാലോ, ഈ അനുമോള് പറയുന്നത് പോലെ, അനുമോൾ അന്ന് പറയുന്നത് പോലെ ഇന്ന് അനുമോൾ അത് പറയില്ല. കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ്, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ അനുമോൾ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വളരെ മോശമായിട്ടുള്ള ഒരു മഴ പെയ്തപ്പോഴുള്ള സീനൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ഷേ എപ്പിസോഡിൽ എന്തോ ഭാഗ്യത്തിനുമാർ കട്ട് ചെയ്തിന്. അങ്ങനെ പല സംഭവങ്ങളും ഇവർ കട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇത് വെളിയിൽ വിടുന്നില്ല. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ണു പൊത്തിപ്പോണ്ടേയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നുകിലും നല്ല ഒരു ചെറിയൊരു ഇതും കൊടുക്കണം, ഒരു ക്ലൂ എങ്കിലും കൊടുക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ലെസ്ബിനാണ്, ഇവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ്, അല്ലെങ്കിൽ ഇവര് മറ്റേ എന്താ പറയേണ്ടത് ഇവരുടെ പാർട്ട്ണർമാരാണ് എന്ന് കരുതിയിട്ട് എന്ത് തോന്നിയവാസം അവിടെ കാണിക്കാൻ പറ്റുമോ? അവർ പാർട്ട്ണർമാരായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ തോന്നിയവാസം കാണിക്കരുത്. തോന്നിയവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടോണ്ടില്ലേ തോന്നിയവാസം എന്ന് പറഞ്ഞത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്താണോ പാർട്ട്ണറല്ലേ. അതുപോലെ തന്നെ ചില വിദ്വാന്മാർ പറയുന്നുണ്ട് എന്തോ ഭാര്യ ഭർത്താക്കമല്ല, ഭാര്യ ഭർത്താപ്പാന്ന് വിചാരിച്ചിട്ട് പബ്ലിക്കായിട്ട് ആരെങ്കിലും ഇത് ചെയ്യണോ? അങ്ങനെയുള്ള ടീം ഇപ്പോഴും വരുന്നുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും പബ്ലിക്കായിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. അവിടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളാരാവും? നമ്മൾ കുറ്റക്കാരനാവും. കാരണം എന്താ, അത് ഭാര്യയും ഭർത്താവുമാണ്, നീ ആരുടെ ചോദിക്കാൻ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തു വിടണോ? ഇവർക്ക് എന്നാലും വീട്ടിന്റെ ഇറയത്ത് വെച്ചിട്ട് ചെയ്യാ പോരെ? എന്നാൽ എല്ലാവരും കാണൂലേ? അത് ചെയ്യാൻ പറ്റൂല. പബ്ലിക്കായിട്ട് ജനങ്ങൾ എല്ലാവരും പോകുന്ന സ്ഥലത്ത് വേണമാരുടെ ഈ ഇത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലൈവിൽ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ വന്നിട്ടുണ്ട്. അതായത് അത്രക്ക് അങ്ങ് 2 പേരും അത്രത്തോളം ഇഷ്ടത്തിലല്ല. 1-2 പറഞ്ഞ് അവർ തെറ്റുന്നുണ്ട്. രാത്രിയൊക്കെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിൽ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അധികമൊന്നും ബിഗ് ബോസ് കാണിക്കലില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. 2 പേരും തമ്മിൽ നല്ല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് മാത്രവുമല്ല, ബിഗ് ബോസിലേക്ക് വരുന്ന അതേ അഭിപ്രായമായിരുന്നോ ഇപ്പോഴും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. നൂറ തന്നെ തമാശയാണെങ്കിലും ലാലേട്ടനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാൾ പോലും പറയാത്തൊരു കാര്യമാണ്. ഒരാൾ പോലും തൻ്റെ പാർട്ട്ണറെ കുറിച്ച് അങ്ങനെ ഒരിക്കലും ഒരു പൊതുവേദിയിൽ പറയത്തില്ല.
അതായത് പാർട്ട്ണർ ആണെങ്കിൽ എത്രത്തോളം സഹിച്ചിട്ടായാലും അയാളെ എൻ്റെ കൂടെ നിർത്താൻ മാത്രമേ നോക്കുള്ളൂ. പക്ഷേ നൂറ പറഞ്ഞത് പെട്ടുപോയില്ലേ ലാലേട്ടാ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് നൂറ പറഞ്ഞത്. അതിലൊരു വലിയൊരു സത്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അതിലൊരു വലിയൊരു കാര്യമുണ്ട്. അതായത് അവര് തമാശ പറയുന്നതോ അല്ലെങ്കിൽ ഇത് പറയുന്നതോ അല്ല, അവരുടെ മനസ്സെന്ന് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴേ അനുമോളുടെ കൂട്ടുകെട്ടുമായിട്ട് ആദില പോകുമ്പോൾ അത് നൂറക്ക് പിടിക്കുന്നില്ല. നൂറക്ക് അതിൽ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇവര് തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ രണ്ടുപേരും രണ്ടു വഴിക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിന്ന് വരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ അനുമോള് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയും ഷാനവാസൊക്കെയാണ് ഇപ്പോഴും പുറത്ത് നല്ല പോസിറ്റീവ്, അനീഷ് ഇപ്പോഴും കട്ട നെഗറ്റീവാണ് എന്നുള്ള തരത്തിലും പറയുന്നുണ്ട്. അതായത് ഇവരുടെയൊക്കെ വിചാരം എന്താ വെച്ചാൽ അനീഷ് പുറത്ത് ഒന്നിനും കൊള്ളാത്ത, അതായത് ഒരാൾ പോലും ശ്രദ്ധിക്കാത്ത ഒരുത്തനാണെന്നാണ് ഇവർ ഇപ്പോഴും വിചാരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ ഇവർക്കൊരു വലിയ ഫാൻ പിന്തുണ ഉണ്ടെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അതായത് ആരോ ചെയ്ത ഭാഗ്യം കൊണ്ടോ ഇല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇവരുടെ ഈ കളികൾ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് ഇവരുടെ ഈ ഇണക്കങ്ങളും പണക്കങ്ങളും അതിൻ്റെ ഇടയിൽ വില്ലനായിട്ട് വരുന്ന അനുമോളും ഇതൊക്കെ കാണാൻ ഒരു ഇതുണ്ടാകും. അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് പിടിച്ചു നിർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഫാമിലി കയറിയിട്ടും കൂടി ഈ ഒരു കാര്യം പറയാതെ വന്നത് വലിയ മണ്ടത്തരമായി പോയി എന്നേ ഞാൻ ഇപ്പോഴും പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയത്, ഷാനവാസിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടുന്നത് ഈ നൂതില കമ്പനിയിൽ ചേർന്നുകൊണ്ടാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ അകത്ത് തന്നെ നിൽക്കണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ ജനങ്ങൾ ഒഴിവാക്കി വിടത്തുള്ളൂ. നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്നാൽ ചിലപ്പോൾ നിങ്ങൾ ചേർത്ത് പിടിക്കും. കാരണം എന്താ, നിങ്ങൾ ഇങ്ങനെ അമിഞ്ഞുകൊണ്ടിരിക്കില്ല ഓരോ ദിവസവും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനുമോളുടെ ഫാൻസ് എവിടെ, അതുപോലെ തന്നെ ഷാനവാസിന്റെ ഫാൻസ് എവിടെ? വെറും 5% മാത്രമാണ് പോളിലൊക്കെ കാണിക്കുന്നത്. എവിടെ പോയി എല്ലാവരും? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ ചാണകം ചാരി കഴിഞ്ഞാൽ ചാണകം മണക്കും, ചന്ദനം ചാരി കഴിഞ്ഞാൽ ചന്ദനം മണക്കും, പിന്നെ വേറെ തോന്നില്ലേ, സെന്റ് ചാരി കഴിഞ്ഞാൽ സെന്റ് മണക്കും, അസ്തർ പൂശി കഴിഞ്ഞാൽ അത്തർ മണക്കും. ഇങ്ങനെയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ ഒരു പഴഞ്ചൊല്ലാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇനി ആരും ഇതാക്കണ്ട, നീ ആരാടാ അത് പറയാൻ എന്നൊക്കെ ചോദിച്ചിട്ട്. ചാണകം നല്ല ഇത് തന്നെയാണ്, കാരണം നമ്മൾ ഭസ്മത്തിനൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബന്ധത്തിൽ ഉലച്ചൽ വന്നു. അനീഷ് പുറത്ത് കട്ട നെഗറ്റീവാണെന്നാണ് ഇവരുടെ വിചാരം. അതുപോലെ അനുമോൾ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ ഭയങ്കര ഒരു സംഭവമാണെന്ന് എന്നാണ് ഇവരൊക്കെ കരുതുന്നത്. പക്ഷേ പുറത്ത് വന്നിട്ട് ഇവറ്റകളുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ചിരിയും കരച്ചിലും ഒരുമിച്ചാണ് വരുന്നത്. അതായത് ഇവരൊക്കെ കാണുന്ന ലോകം എന്തായിരിക്കും? പുറത്ത് വന്നപ്പോഴേ അനീഷിന്റെ ആ ഒരു ഉയർച്ച, ജൈത്രയാത്ര കണ്ട് അവിടെ പൊട്ടിക്കരയുന്നത് ആരൊക്കെ ആയിരിക്കും? ലക്ഷ്മിക്ക് ഇപ്പോഴും ചെറിയൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി ഇപ്പോഴും കുറേശ്ശെ അനീഷുമായിട്ട് എടുക്കുന്നുണ്ട്. കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.